അച്ചൻകോവിൽ കേരളത്തിലെ ഏറ്റവും അപകടം നിറഞ്ഞൊരു വനപാതയാണ് കേട്ടോ. പുനലൂർ തെങ്കാശി ട്രിപ്പിന്റെ 3ാമത്തെ എപ്പിസോഡിൽ ഞങ്ങൾ ഈ വനത്തിലൂടെയാണ് തെങ്കാശി മേഖലയിൽ നിന്നും തിരിച്ച് നാട്ടിലേക്ക് പോകുന്നത്. ആദ്യത്തേതും 2ാമത്തേതും എപ്പിസോഡിന്റെ വീഡിയോസ് കാണാത്തവർക്കായിട്ട് അതിന്റെ ലിങ്കുകൾ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, ഒന്ന് കയറി നോക്കിയേക്കണേ. ഇപ്പോഴും നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അച്ചൻകോവിലേക്കാണ്. അവിടെ നിന്ന് നമ്മൾ വനത്തിലൂടെ കോന്നിയിലേക്കും. ഏത് സമയവും ആനകൾ തൊട്ടുമുന്നിൽ പ്രത്യക്ഷപ്പെടുന്ന അച്ചൻകോവിൽ വനയാത്രയുടെ ഈ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യാത്ര തുടങ്ങി ഏകദേശം 3 കിലോമീറ്റർ നമ്മൾ പിന്നിടുമ്പോൾ തന്നെ ഇതുപോലൊരു ബോർഡാണ് ആദ്യം നമ്മൾ കാണുന്നത്. ഇനി അങ്ങോട്ട് ആനത്താരയാണ്. വീഡിയോസ് കണ്ട് ഈ വഴി വരുന്നവർ ഇവിടുത്തെ കാട് നിയമങ്ങളും മുന്നറിയിപ്പുകളും എല്ലാം അനുസരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ മഴക്കുറവ് മൂലം ആരും വലിയ വെള്ളച്ചാട്ടങ്ങളൊന്നും പ്രതീക്ഷിക്കരുത്. ഇതുപോലെയുള്ള ചെറിയ വെള്ളച്ചാട്ടങ്ങളിൽ ആനന്ദം കണ്ടെത്തുക. അച്ചൻകോവിൽ വനത്തിനുള്ളിൽ ദക്ഷിണേന്ത്യയിലെ തന്നെ പ്രശസ്തമായ മറ്റൊരു വെള്ളച്ചാട്ടമാണ് കുംഭാവുരുട്ടി വെള്ളച്ചാട്ടം. എന്നാൽ വെള്ളമില്ലാത്തതിനാൽ നിലവിൽ ഇതിപ്പോൾ അടച്ചിട്ടിരിക്കുകയാണ്. നല്ല മഴയുള്ള സമയങ്ങളിൽ നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റിയ കാടിനുള്ളിലെ സൂപ്പർ വെള്ളച്ചാട്ടമാണ് കുംഭാവുരുട്ടി വെള്ളച്ചാട്ടം. വെള്ളച്ചാട്ടത്തിലേക്കുള്ള എൻട്രി പാസ് ഒക്കെ കിട്ടുന്ന ടിക്കറ്റ് കൗണ്ടറാണ് ഇത് കേട്ടോ. ഇവിടേക്കുള്ള യാത്രയിൽ നമുക്ക് ഇതുപോലെ ധാരാളം മയിലുകളെയൊക്കെ കാണാനായിട്ട് പറ്റും. കുറച്ചൊക്കെ നമ്മൾ ദൂരെയൊക്കെ കണ്ടിരുന്നു. ഇപ്പോഴാണ് ഇത്രയും അടുത്ത് നമുക്ക് ഈ മയിലിനെ കാണാനായിട്ട് പറ്റിയത്. കൂടാതെ നമ്മൾ ചാലിയേക്കരയും മേക്കരയൊക്കെ പോയപ്പോഴും അവിടെയും ധാരാളം മയിലുകളെയൊക്കെ കാണാൻ പറ്റിയിരുന്നു. അങ്ങനെ ഞങ്ങൾ അച്ചൻകോവിൽ എത്തിയിരിക്കുകയാണ്. കേരള തമിഴ്നാട് ബോർഡറിലുള്ള അച്ചൻകോവിൽ കേരളത്തിൻ്റെ ഭാഗമാണ്. വനത്താൽ ചുറ്റപ്പെട്ട ഒരു ചെറിയ പട്ടണമെന്ന് തന്നെ പറയാം അച്ചൻകോവിൽ. അത്യാവശ്യമായ എല്ലാ കടകളും ചെറിയ മുറികളിലായിട്ട് ഇവിടെ പ്രവർത്തിക്കുന്നു. പിന്നെ പ്രശസ്തമായ ഒരു അയ്യപ്പ ക്ഷേത്രവും ഇവിടെയുണ്ട്. കേരളത്തിൻ്റെ സുരക്ഷിതത്വത്തിന് വേണ്ടിയിട്ട് പരശുരാമൻ സ്ഥാപിച്ചതാണ് ഈ ക്ഷേത്രമെന്ന് ഐതിഹ്യങ്ങൾ പറയുന്നു. ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലാണെങ്കിലും ഇവിടുത്തെ ഭക്തരിൽ കൂടുതലും തമിഴ്നാട്ടിൽ നിന്നുമുള്ളവരാണ്. ശബരിമല മണ്ഡലകാലത്താണ് ഇവിടെ ഏറ്റവും കൂടുതൽ ഭക്തർ എത്തുന്നത്. ഏകദേശം 2 കിലോമീറ്റർ ചുറ്റളവിലാണ് ഇവിടുത്തെ ജനവാസം. മലബണ്ടാരങ്ങൾ എന്നറിയപ്പെടുന്ന ഗിരിവർഗ്ഗക്കാരാണ് ഇവിടെയുള്ളത്. ഇവരുടെ അധിവാസത്തിനായി ഗവൺമെന്റ് ഏതാനും ഗിരിവർഗ്ഗ കോളനികളും സ്ഥാപിച്ചിട്ടുണ്ട്. ഇനി വിശാലമായ ഈ വനത്തിനുള്ളിൽ കുറച്ചു നേരം വിശ്രമം. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ തേക്കിൻ കാടുകളാണിത്. തേക്കിൻ തടികൾ മുറിച്ച് കൂട്ടിയിട്ടിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും.
നമുക്ക് അച്ചൻകോവിലിൽ നിന്നും തിരിച്ചു വരാനായിട്ട് 2 വഴികളാണുള്ളത്. അച്ചൻകോവിൽ കഴിഞ്ഞ് 2-3 കിലോമീറ്റർ കഴിയുമ്പോൾ തന്നെ റോഡ് രണ്ടായിട്ട് തിരിയുന്നുണ്ട്. ലെഫ്റ്റിലേക്ക് പോവുകയാണെങ്കിൽ അലിമുക്ക് വഴി പത്തനാപുരത്തെത്തി അടൂർ വഴിയും, അതല്ല റൈറ്റിലേക്ക് തിരിഞ്ഞാണെങ്കിൽ കൊടും വനത്തിലൂടെ കല്ലേലി വഴി കോന്നിയിലേക്കും എത്താം. കാട്ടിലെ മഴ കണ്ടും നനഞ്ഞുമൊക്കെയുള്ള ഒരു യാത്ര അനുഭവിക്കാനുള്ള ഭാഗ്യവും ഞങ്ങൾക്ക് കിട്ടി കേട്ടോ. അപ്പോഴും മുമ്പേ 2 റൂട്ടിൻ്റെ കാര്യം പറഞ്ഞില്ലേ, ആ ജംഗ്ഷനൊക്കെ ആയപ്പോൾ നല്ല മഴ ആയതിനാലാണ് വീഡിയോ എടുക്കാൻ പറ്റാതെ പോയത്. ഞങ്ങൾ വണ്ടി റൈറ്റിലേക്ക് തിരിച്ചാണ് യാത്ര ചെയ്യുന്നത്. ശ്രദ്ധിക്കുക, ഈ റൂട്ടിലൂടെയുള്ള യാത്ര തീർത്തും അപകടം നിറഞ്ഞതാണ്. വഴികളെല്ലാം കണ്ടില്ലേ, വളരെ മോശമാണ്. ചെറിയ കാറുകളൊക്കെ ആണെങ്കിൽ ഇതുവഴിയുള്ള യാത്ര ഒഴിവാക്കുക. ആനച്ചൂരിന്റെ മണവും പേടിപ്പെടുത്തുന്ന ചീവീടിന്റെ ശബ്ദവും പകലിനെ ഇരുട്ടാക്കുന്ന വന്യതയുമെല്ലാം നേരിട്ട് അനുഭവിക്കാമെന്നതാണ് ഈ യാത്രയുടെ മറ്റൊരു ആകർഷണം. ഓരോ വളവുകളും കഴിയുമ്പോഴും ആന ഏത് സമയത്തും നമ്മുടെ മുന്നിൽ വന്ന് പെട്ടേക്കാമെന്ന് കരുതി ശ്രദ്ധിച്ച് മാത്രം വേണം വാഹനം ഓടിക്കുവാൻ. പണ്ട് കച്ചവടത്തിനായിട്ട് കേരള തമിഴ്നാടിനെ ബന്ധിപ്പിച്ചിട്ടുള്ളൊരു വനപാത കൂടിയായിരുന്നു ഇത്. ആര്യങ്കാവ് വഴി പുതിയ പാത വന്നതും ആനശല്യം രൂക്ഷമായതുകൊണ്ടും അധികമാരും ഈ വഴി ഇപ്പം യാത്ര ചെയ്യുന്നില്ല. പിന്നെ അടുപ്പിച്ച് മഴയുള്ള സമയങ്ങളിൽ മണ്ണിടിച്ചില്, മരം കടപുഴകി വീഴുക എന്നീ അപകടങ്ങൾ ഉള്ളതിനാൽ ഫോറസ്റ്റുകാർ ഈ വഴി തീർത്തും അടയ്ക്കും. അങ്ങനെ 2 മണിക്കൂറോളം വനത്തിലൂടെ യാത്ര ചെയ്ത് ഞങ്ങൾ കല്ലേലി പാലം ജംഗ്ഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്ന് നമുക്ക് അങ്ങോട്ടുള്ള റോഡെല്ലാം വളരെ നല്ലതാണ്. നമ്മൾ ഈ റോഡ് പോകുന്നത് ഇനി ഞാവനാൽ ചെക്ക് പോസ്റ്റിലേക്കാണ്. ചെക്ക് പോസ്റ്റ് കഴിഞ്ഞിട്ട് വേണം നമുക്കിനി കോന്നിയിലേക്ക് പോകാനായിട്ട്. അപ്പോൾ അവിടെ എത്തുന്നതിന് മുന്നേ ആയിട്ട് ഇവിടെ കാടിന് നടുവിൽ തന്നെ മറ്റൊരു ക്ഷേത്രമുണ്ട്, കല്ലേലി ഊരാളി അപ്പൂപ്പൻകാവ്. പ്രശസ്തവും അതുപോലെ തന്നെ വ്യത്യസ്തം നിറഞ്ഞതുമാണ് ഇവിടുത്തെ ആചാരാനുഷ്ഠാനങ്ങൾ. അപ്പോഴേ നമ്മുടെ പുനലൂർ തെങ്കാശി ട്രിപ്പ് അച്ചൻകോവിൽ വനയാത്രയുടെ എപ്പിസോഡോടുകൂടി അവസാനിക്കുകയാണ്. മറ്റ് മനോഹര ദൃശ്യങ്ങൾ നമുക്ക് വീണ്ടും കാണാം. എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്തും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക.